ലോകം ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാനും ഇസ്രയേലും പരസ്പരം ആഞ്ഞടിക്കുകയാണ്. സമാധാന ചർച്ചകൾ നടക്കുന്നു എന്ന് പറയപ്പെടുമ്പോഴും ഭൂമിയിൽ മിസൈലുകൾ തീമഴ പെയ്യിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? വൻ ശക്തികൾക്കിടയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് 2 ദിവസം പിന്നിടുമ്പോഴും ആക്രമണങ്ങൾക്ക് ഒട്ടും കുറവില്ല. ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകളും ബോംബുകളും പ്രയോഗിക്കുകയാണ്. മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇസ്രയേൽ ഇപ്പോൾ നേരിടുന്നത്. മറുഭാഗത്ത് ഇസ്രയേലും ഒട്ടും പിന്നിലല്ല. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 15ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ ലെബനോനിലേക്ക് ഇസ്രയേൽ സൈന്യം കരയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ലിറ്റാനി നദി വരെയുള്ള ലെബനോൻ പ്രദേശം ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുവാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുന്നു. ഈ യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാണ്. ഇറാൻ ഇപ്പോൾ കുവൈത്ത്, സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അമേരിക്കയുമായി ചേർന്ന് ഈ രാജ്യങ്ങൾ ഇറാനെതിരെ യുദ്ധത്തിന് ഇറങ്ങുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇറാനുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ഗൾഫ് രാജ്യങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല. മേഖലയിൽ സമാധാനം നിലനിൽക്കണമെന്ന തന്ത്രപരമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. എന്നിരുന്നാലും അമേരിക്കയുടെ ഇടപെടലുകൾ ഈ രാജ്യങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് നിലവിൽ വലിയ വിലയില്ലാത്ത അവസ്ഥയാണ്. എങ്കിലും പാകിസ്ഥാനെ മധ്യസ്ഥനാക്കി ഒരു സമാധാന ചർച്ചയ്ക്ക് ട്രംപ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ നീക്കത്തോട് ഇറാനും ഇസ്രയേലിനും എത്രത്തോളം താൽപ്പര്യമുണ്ട് എന്നത് സംശയമാണ്. പാകിസ്ഥാനെ ഇത്തരം ചർച്ചകളിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. എവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തിയേറുന്നത്? പാകിസ്ഥാനേക്കാൾ ഇറാനുമായി ഇസ്രയേലുമായും മികച്ച നയതന്ത്ര ബന്ധമുള്ളത് ഇന്ത്യക്കാണ്. അതിനാൽ തന്നെ സമാധാന ചർച്ചകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അമേരിക്ക ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായാണ് വിവരം. സമാധാന ശ്രമങ്ങളിൽ ഒരു വിശ്വസ്ത മധ്യസ്ഥനായി മാറാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്നു. യുദ്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ആയുധങ്ങൾ താഴെ വെച്ച് ചർച്ചയുടെ മേശയിലേക്ക് ഇരുപക്ഷവും വരാത്ത പക്ഷം വരും ദിവസങ്ങൾ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ വെല്ലുവിളിയാകും.